to my channel. അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് നമ്മുടെ ലെസന്റെ ലാസ്റ്റ് പാർട്ടിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 3 ക്ലാസ്സും കൂടെ ഇന്നും നാളെയും ഒരു 3 ക്ലാസ്സും കൂടെ കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ഈ ലെസൺ കഴിയും. എല്ലാവരും കൂടെ പഠിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തത്തില്ല. ഞാൻ തന്നെ വളരെ സ്ലോ ആണ്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ എന്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വേറെയും ചാനൽസിലെ ലെസൺസ് നോക്കി പഠിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താ എടുക്കാൻ പോകുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു എൻതാൽപ്പി പഠിച്ചു, എന്തായിരുന്നു? അയണൈസേഷൻ എൻതാൽപ്പി. ഇതും ആ വേർഡ് തന്നെ എല്ലാ കാര്യം ക്ലിയർ ആവും കേട്ടോ. അപ്പൊ എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? എന്താ പറയാൻ പോകുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? എൻതാൽപ്പി അല്ലെ, നമുക്ക് ആ പേര് തന്നെ എല്ലാം ക്ലിയർ ആണ്. The enthalpy change or the energy change produced when an electron is gained by an isolated gaseous atom. Ionization പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമാണ്. The enthalpy change or the energy change produced when an atom gains, എന്ത് ആറ്റമാണ്? എ ന്യൂട്രൽ gaseous atom gains an electron. So we can define electron gain enthalpy as the energy change produced when an isolated gaseous atom accepts an electron. ഒരു ഐസൊലേറ്റ് ആയ ഒരു ഗേഷ്യസ് ആറ്റം ആണ് ഇത്. ഐസൊലേറ്റ് ആയ ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പം എന്തായിട്ട് മാറും? എന്ത് ചാർജ് അതിന് വരും? ഇനി ഇത് നിങ്ങൾ മറക്കരുത്. വാട്ട് ചാർജ്? അതായത് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ പോസിറ്റീവും നെഗറ്റീവും, അതായത് പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും നമ്പർ സെയിം ആയിരിക്കും. ഇങ്ങനെ സെയിം ആയിട്ടുള്ള ഒരാളെടുത്തേക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ വരുമ്പോൾ വാട്ട് ചാർജ് ഇറ്റ് വിൽ ബി ഹാവിങ്? ഇറ്റ് ഈസ് ഫോമിങ് ആൻഡ് നെഗറ്റീവ് അയോൺ. ഈ നെഗറ്റീവ് അയോണിനെ ഞാൻ പറഞ്ഞു തന്നു, കാറ്റയോണും ഉണ്ട് ആനയോണും ഉണ്ട്. നല്ല പോസിറ്റീവ് എനർജി തരുന്നത് നല്ല കാറ്റിനെ കാണുമ്പോഴാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ ലാസ്റ്റ് ക്ലാസ് കണ്ടല്ലേ, ഞാൻ കാറ്റയോൺ ആനയോൺ ഒരു ക്ലൂ പറഞ്ഞു തന്നില്ലായിരുന്നോ? പോസിറ്റീവ് ആയിട്ടുള്ള ആളെ കാണുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അത് നമ്മുടെ കാറ്റാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ കാറ്റയോൺ, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പേടിയാവുന്ന ആനയോൺ. So electron gain enthalpy is the energy change produced when an isolated gaseous atom accepts an electron and it forms an negative ion, or it can be called as anion. മനസ്സിലായോ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ഈ ചേഞ്ച് എൻതാൽപ്പി അല്ലെങ്കിൽ എനർജി ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുക ഡെൽറ്റ ഇ ജി. ഇ ജി എന്ന് പറയുന്നത് എക്സാമ്പിൾ എഴുതുന്ന ഷോർട്ട് ഫോം അല്ല, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അത് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുക. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് അല്ലേ, ചേഞ്ചിന്റെ എന്തിന്റെ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചേഞ്ച്, എനർജിയിൽ വരുന്ന ചേഞ്ച്. ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് അല്ലേ. ദ എഡിഷൻ ഓഫ് ഇലക്ട്രോൺ ഐ ക്യാൻ ബി ഐദർ എക്സോതെർമിക് ഓർ ഇറ്റ് ക്യാൻ ബി എൻഡോതെർമിക്. എന്താണ് എക്സോതെർമിക്കും എൻഡോതെർമിക്കും? തെർമിക് എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു ഹീറ്റ് അല്ലേ. എക്സോ, നിങ്ങളോട് ക്ലാസ് എക്സിറ്റ് ഫ്രം മൈ ക്ലാസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകൂ അല്ലേ. സോ എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എനർജി ഈസ് റിലീസ്ഡ്. എൻഡോ, എൻ്റെ അടുത്തേക്ക്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും എൻഡോയും എക്സോൻ്റെയും കോഡ് കേട്ടോ. എക്സിറ്റ് പറയാൻ നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴല്ലേ എക്സിറ്റ് എന്ന് പറയാം. അപ്പം എക്സോതെർമിക്. എൻഡോ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് നമ്മൾ മലയാളത്തിൽ പറയില്ല, എൻ്റെ അടുത്തേക്ക്. സോ എൻഡോതെർമിക് മീൻസ് absorption of energy. So the gaining or the addition of electron to an isolated gaseous atom can either be exothermic or endothermic. അല്ലെങ്കിൽ നമുക്ക് പറയാം it can either be the release of energy. The addition of electron can be either with the release of energy or with the addition of energy. So this delta Eg can either be negative or positive value. Negative value ആവാം, positive value ആകാം. Negative value means it is exothermic, that the energy is released. പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ കൂടുകയാണ്, എനർജീനെ നമ്മൾ എടുക്കുകയാണ്. സോ ഇഫ് വി ആർ ഗിവിങ് എൻ എനർജി ഇൻ ഓർഡർ ടു ഗെയിൻ ആൻ ഇലക്ട്രോൺ ബൈ എൻ ആറ്റം, ദെൻ ഇറ്റ് ഇസ് കോൾഡ് അതിൻ്റെ ഡെൽറ്റ ഇ ജി വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിൽ വേണം കേട്ടോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ക്വസ്റ്റ്യനും നമ്മൾ ഇതിൽ പറഞ്ഞുകൊണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി is the energy change produced when an isolated gaseous atom
attract or accept an electron to form an anion. It can either be exothermic or endothermic. That means it can either take place with the release of energy or with the addition of energy. It can, the value of delta Eg, that is electron gain enthalpy, can be either negative or positive. Negative means the addition of electron, and positive negative means exothermic, release of energy, and positive means addition of energy. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനിയുള്ള പോയിന്റ്സ് ഓരോന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങൾക്ക് മാർക്ക് തരാൻ പോകുന്ന പോയിന്റ്സ് ആയിട്ട് ഓരോ പോയിന്റ്സും, കാരണം ഇത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്തായാലും ചോദിക്കാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ, അപ്പോൾ നിങ്ങളുടെ ആദ്യം മനസ്സിൽ വേണം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്യാൻ ഐദർ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്രശ്നമില്ല, നാം അത് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്തിട്ട് എനർജി അങ്ങ് റിലീസ് ചെയ്യും. പക്ഷെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു സപ്ലൈ, അതിന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. സോ വി ഹാവ് ടു പ്രൊവൈഡ് എനർജി കൊടുക്കണം, എന്നാൽ മാത്രമേ അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഇതാ ഈ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യനും ചോദിക്കാം. Electron gain enthalpy of halogen is always have a large negative value. Large negative value എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു നെഗറ്റീവ് വാല്യൂ. That means it will release energy. Halogens, electron gain. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? Why halogens are having high or large negative electron gain enthalpy? എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഹാലോജൻസ് ആരൊക്കെയാ? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ? ഫ്ലൂറിൻ, ഞാൻ ജസ്റ്റ് ഫ്ലൂറിൻ എഴുതാം കേട്ടോ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞത് 9 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുക 1s2 2s2 2p5 അല്ലേ? അപ്പോൾ ഇതിനെ ഒന്ന് നോക്കി ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് തന്നെ, സെക്കൻഡ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും. ഏത് എലിമെൻറ്റിനും, അതായത് ഏത് ആറ്റത്തിനും വാട്ട് ഇറ്റ് ഹാസ് എ ടെൻഡൻസി, ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഹാവ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. 8 ഇലക്ട്രോൺസ് കിട്ടുക എന്നുള്ളതാണ് ഏതൊരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കുക. either it has to lose or it has to gain that electron. അതാണ് എപ്പോഴും ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ. നിങ്ങൾ 8th പഠിക്കുന്നുണ്ട്, 9th പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട്. So we know that is known as octet configuration or octet rule. That is, every atom has a tendency to attain 8 electrons in the outermost shell. ഇനി ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണാണ്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. അപ്പോൾ അതിന് നമ്മൾ എനർജി കൊടുക്കണോ വേണ്ട? ഒരു ഇലക്ട്രോണിൻ്റെ അടുത്ത് കൊണ്ടുവിട്ട് അത് വേഗം ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് ഇറ്റ് വിൽ റിലീസ് എനർജി. ദാറ്റ് ഈസ് വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓർ ഹാലോജൻ ഇസ് ലാർജ് നെഗറ്റീവ് വാല്യൂ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആൻസറിന് എഴുതണം? Halogens are having large negative electron gain enthalpy. It is because the outermost shell of halogen is having 7 electron. It has a greater tendency to accept one more electron to complete its octet configuration. So that is why they are having large positive. So it can take an electron and it will release energy. അതുകൊണ്ടാണ് large negative value കാണിക്കുന്നത്. ഇനി second question. നോബൽ ഗ്യാസസ് ഏതൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ ഒക്കെ ഉണ്ട്. ഇതിൽ ദിസ് നോബൽ ഗ്യാസസ് ഹാവ് എ ലാർജ് പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ലാർജ് പോസിറ്റീവ് ഈ ഡെൽറ്റ HEG ആണ്. എന്തുകൊണ്ടായിരിക്കും? ഇവരെ നോബൽ എന്ന് പറയാൻ കാരണം എന്താണ്? ദേ ഡു നോട്ട് ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. വൈ? എന്തുകൊണ്ടാണ്? നമുക്ക് നിയോൺ എടുക്കാം. നിയോൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പം 1s2 2s2 2p6 ഔട്ടർ ഒന്നിങ്ങനെ എഴുതി വെക്കുക 2 8. ഇവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺ. എന്തിനാണ് ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഇവർക്ക് 8 ഇലക്ട്രോൺ ഉണ്ട് ഓൾറെഡി. ഇനി അവർക്ക് ഇലക്ട്രോണിനെ വേണോ? വേണ്ട. ഇനി വേണമെങ്കിൽ തന്നെ എന്താ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു മേക്ക് എനദർ ഷെല്ലിൽ വേണം ഇലക്ട്രോണിനെ വെക്കാൻ. അപ്പം എന്താണ്? നോബൽ ഗ്യാസസ് ഹാവ് എ ലാർജ് പോസിറ്റീവ് എന്നാൽ വി ഹാവ് ടു സപ്ലൈ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഓർഡർ ടു ഗിവ് ആൻ ഇലക്ട്രോൺ. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇലക്ട്രോണിനെ കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ല എനർജി കൊടുക്കണം. നല്ല എനർജി കൊടുക്കണം മീൻസ് പോസിറ്റീവ് ഡെൽറ്റ ഇലക്ട്രോൺ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആയിരിക്കും. അപ്പോൾ എന്താ റീസൺ എന്ന് പറയാം.
Noble gases have 8 electrons in the outermost shell. If we are giving an extra electron, it has to be accommodated in another shell. So it is because of the electron repulsion. So because of the interelectronic repulsion, and also these gases do not want extra electron. So they do not require any extra electron. That is why these noble gases are having high positive electron gain enthalpy. കാര്യം മനസ്സിലായോ? അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഹാലോജൻസ് ലാർജ് നെഗറ്റീവ് ആണ്. കാരണം അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് എടുക്കാൻ. ലാർജ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി റിലീസിങ് ഹൈ എമൗണ്ട് ഓഫ് എനർജി. ലാർജ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദേ ഡു നോട്ട് ഹാവ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. അവർക്ക് നമ്മൾ എനർജി കൊടുത്തിട്ട് വേണം അവരൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ. കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നത് ദ സെക്കൻഡ് ഇലക്ട്രോൺ. ഇപ്പം നമ്മൾ ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒരു നോബിൾ ഗ്യാസസിൻ്റെയും ഇവരെയും പറഞ്ഞ പോലെ തന്നെ അടുത്തതാണ് ദ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇസ് ഓഫ് എൻ ആറ്റം ഇസ് ഓൾവേസ് പോസിറ്റീവ്. സെക്കൻഡ്, അതായത് ഇപ്പോൾ ഒരു ന്യൂട്രൽ ആറ്റമാണ്. ന്യൂട്രൽ ആറ്റം ഞാൻ അതിനൊരു ഇലക്ട്രോണിനെ കൊടുത്തു, ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതിന് നല്ല ആക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു, എന്തായി? ഒരു ആനയോണായി മാറി. ഇനി ഒരു ഇലക്ട്രോണിനെയും കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അതിന് ഒക്ടേറ്റ് കോൺഫിഗറേഷൻ ആവുള്ളൂ. അത് വി ഹാവ് ടു നമുക്കൊരു ഇലക്ട്രോണും കൂടെ അത് ആക്സെപ്റ്റ് ചെയ്യണം. ബട്ട് ഇതിപ്പം ഡെൽറ്റ എച്ച് ഇ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് 140 എന്തോ ആയിക്കോട്ടെ, 140 കിലോ ജൂളാണ് നെഗറ്റീവ് 140. ദാറ്റ് മീൻസ് ദിസ് ന്യൂട്രൽ ആറ്റം വിൽ ഈസിലി ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ വിത്ത് ദ റിലീസ് ഓഫ് എനർജി ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് എൻ ആനയോൺ. പക്ഷേ ഇനി ഞാൻ ഒരു ഇലക്ട്രോണിനും കൂടെ ഈ നെഗറ്റീവ്, അതായത് ദ എഡിഷൻ ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ടു ദിസ് ആനയോൺ ഈസി ആയിട്ട് നടക്കുമോ? ഈസി ആയിട്ട്, ദോ ഇറ്റ് റിക്വയർസ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ആണെങ്കിലും. പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് അയോൺ ആണ്, ഓൾറെഡി അവിടെ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഞാൻ ഒരു ഇലക്ട്രോണിനും കൂടെ കൊടുക്കണം എന്ന് വെച്ചാൽ I have to provide extra energy. That means it has to be അതിനെ നമ്മൾ endothermic reaction ആക്കി നടക്കണം. That it should accept, നമ്മൾ കുറച്ച് എനർജി പ്രൊവൈഡ് ചെയ്യണം. That is second ionization energy, or second electron gain enthalpy of a negative ion will always be second ionization, second enthalpy change of a negative paranda. Second enthalpy change for a neutral atom will always be positive. കാരണം ഓൾറെഡി ഇത് നെഗറ്റീവ് ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ഇലക്ട്രോണിനെ കൂടെ കൊടുക്കണം. അവിടെ എന്തൊക്കെ ഉണ്ടാവും പ്രശ്നങ്ങൾ? ഒന്ന്, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും. ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഇത്ര ഇലക്ട്രോണേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. 6 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ ഇവിടെ മൊത്തം എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഓൾ ടുഗദർ ഉണ്ട്. അതിൽ 6 ഇലക്ട്രോൺ ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. അവിടേക്ക് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. ഇപ്പം 8 പ്രോട്ടോൺസും 9 ഇലക്ട്രോൺസും ആയേ. അവിടെ എക്സ്ട്രാ ഒരു എനർജി നെഗറ്റീവ് വന്ന് ഇവരെ അട്രാക്ട് ചെയ്യുന്ന ആ ഫോഴ്സിൽ തന്നെ ഇവരെയും അട്രാക്ട് ചെയ്യണം. അതൊന്ന്. സെക്കൻഡ് എന്താ? ഇവിടെ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൂടാൻ തുടങ്ങി, ഒരാൾ എക്സ്ട്രാ വന്നു. സോ വി ഹാവ് ടു സപ്ലൈ എക്സ്ട്രാ എനർജി ടു ആഡ് one more electron. That means the delta EGH, that is electron gain enthalpy, that is second electron gain enthalpy of a neutral atom will always be positive. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ നല്ലൊരു എനർജി പ്രൊവൈഡ് ചെയ്യണം. ഇതാ ഓക്സിജന്റെ ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് -147 കിലോ ജൂൾ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി റിലീസിങ് എനർജി. ബട്ട് ദ സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? ഓൾറെഡി നെഗറ്റീവ് ആയ ഒരു അയോണിലേക്ക് വീണ്ടും ഞാനൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ ദർ വിൽ ബി ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. സോ വി ഹാവ് ടു പ്രൊവൈഡ് എക്സ്ട്രാ എനർജി. ദാറ്റ് ഈസ് വൈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി of this oxygen is found to be positive. Same question examine ചോദിക്കാം, ഇതേപോലെ തന്നെ തന്നിട്ട് ചോദിക്കാം. Why the electron gain enthalpy of oxygen is negative and why the electron gain enthalpy of the O- ion is positive? ഒന്നും പറയാനില്ല. Oxygen accepts one electron with the release of energy. That is why electron gain enthalpy or the first electron gain enthalpy of oxygen atom is negative. When it forms a negative ion, if again in addition of extra electron, there will be inter-electronic repulsion.
So in order to overcome this, we have to provide extra energy to add one electron. That is why electron gain enthalpy is found to be positive. ഈ രണ്ടും കാര്യം മനസ്സിലായി. അപ്പോൾ 3 ക്വസ്റ്റ്യനാണ് ഞാനൊരു കാര്യം പഠിപ്പിച്ചത്. എന്താണ്? Electron gain enthalpy of halogen are large positive value and large negative value, and electron gain enthalpy of noble gas are having large positive value. Positive എന്ന് പറഞ്ഞാൽ addition എന്നുള്ള, അപ്പോൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കിയില്ല. എനർജീനെ ആഡ് ചെയ്യണം. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി ഡിപ്പെൻഡ് ചെയ്യും കുറേ ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്. ഏതൊക്കെ ഫാക്ടേഴ്സാണെന്ന് നോക്കാം. The factors on which the electron gain enthalpy depends. ഏതൊക്കെ ഫാക്ടേഴ്സിന്? ഫസ്റ്റ് വൺ, ഇതെല്ലാത്തിലും നമ്മൾ പറയുന്നതാണ് atomic size. The electron gain enthalpy depends upon the size of the atom. Greater the size of the atom, greater the size of the atom. നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എനർജി ചേഞ്ച് ചെയ്യുമ്പം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പം സൈസ് കൂടുമ്പോൾ എന്ത് പറ്റും? സൈസ് കൂടുമ്പം ദ ന്യൂക്ലിയർ അട്രാക്ഷൻ വിൽ ബി ലെസ് അല്ലേ? സൈസ് കൂടുന്നതിന് ഇവിടെ നിൽക്കുകയാണ് ന്യൂക്ലിയസ്, അവിടെ നിൽക്കുകയാണ് ഒരാൾ ഇലക്ട്രോൺ. എത്ര ഡിസ്റ്റൻസിൽ അതിന് ന്യൂക്ലിയർ അട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇറ്റ് വിൽ ബി, അതാണ് അതിന് ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും. സോ ആസ് ദി സൈസ് ഇൻക്രീസസ്, the electron which is added to the outermost shell electron add ചെയ്യുക, the nuclear energy will be less. അത് അവിടേക്കുള്ള the nuclear energy to the valence shell or the large shell will be less. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. കാരണം ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യേണ്ട ഈ നടുക്ക് കിടക്കുന്ന ന്യൂക്ലിയസ്, അതിന് അത്രയും പവർ ഉണ്ടാവില്ല. വലുപ്പം കൂടുകയാണ്, ഷെല്ല് എവിടെയോ കിടക്കുന്നു, അതിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ വരണം അല്ലേ? സോ എന്ത് പറ്റും? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി ലെസ് നെഗറ്റീവ് അല്ലെങ്കിൽ മോർ പോസിറ്റീവ്. അതായത് നമ്മൾ എന്തെങ്കിലും ഇലക്ട്രോണിന് നല്ല എനർജി നമ്മൾ കൊടുത്തിട്ട് വേണ്ടി വരും ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. സോ ആസ് ദി സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി, ആസ് ദി സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്, ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി ലെസ് നെഗറ്റീവ്. ലെസ് നെഗറ്റീവ് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തായിരിക്കും? മോർ പോസിറ്റീവ്. അതായത് എനർജി റിലീസ് ചെയ്യുക എപ്പോഴാണ്? പെട്ടെന്നൊരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ അപ്പോൾ അത് ഇലക്ട്രോണെ റിലീസ് ചെയ്യും. ലെസ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് എനർജി റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്താണ്? വി ഹാവ് ടു പ്രൊവൈഡ് എക്സ്ട്രാ എനർജി. നമ്മൾ പുറത്തുനിന്ന് വല്ല ടെമ്പറേച്ചറോ ഹീറ്റൊക്കെ കൊടുത്തിട്ട് വേണം ഇലക്ട്രോണിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ. അതാണ് സൈസ് ആയിട്ടുള്ള. സ്മോളർ ദി സൈസ്, ഗ്രേറ്റർ വിൽ ബി ദി ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. പക്ഷേ അതിലും കുറച്ച് വേരിയേഷൻസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സൈസ് വലിയൊരു ഫാക്ടറാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിൻ്റെ. ന്യൂക്ലിയർ ചാർജ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ന്യൂക്ലിയർ ചാർജ് അതായത് ഗ്രേറ്റ്, അതായത് ന്യൂക്ലിയർ ചാർജ് 2 ഷെല്ലുണ്ട്, ഒരു ആറ്റത്തിന് 5 ഷെല്ലുണ്ടെന്ന് വിചാരിക്കാം. ഈ ന്യൂക്ലിയർ അട്രാക്ഷൻ എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ? സോ if the greater the nuclear charge, greater will be the tendency to accept an electron. Lesser the nuclear charge, the tendency will be very less. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും? സൈസ് കുറയുകയാണെങ്കിൽ മോർ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതായത് ഇറ്റ് വിൽ റിലീസ് എനർജി. വലിയ സൈസ് ആകുമ്പോൾ വി ഹാവ് ടു പ്രൊവൈഡ് എക്സ്ട്രാ എനർജി ടു ആഡ് ആൻ ഇലക്ട്രോൺ, കാരണം ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വലിയൊരു ഫാക്ടറാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയിൽ. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷെൽസ് ഹാവ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ആറ്റത്തിന് ഒരിക്കലും ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസിയേ ഉണ്ടാവത്തില്ല. നമ്മൾ നേരത്തെ കണ്ടു നോബിൾ ഗ്യാസ്, ദേ ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ? സോ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഹാവ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. അങ്ങനത്തെ കേസിൽ എന്താവും? ടെൻഡൻസി കുറവാകുമ്പോൾ ഡെൽറ്റ ഇ ജി എച്ച് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് വി ഹാവ് ടു സപ്ലൈ എനർജി, ഓർ വി ക്യാൻ സി ഡെൽറ്റ ഇ ജി എച്ച് വിൽ ബി ലെസ് നെഗറ്റീവ്. ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക, ദാറ്റ് ഇസ് റിലീസ് കുറവായിരിക്കും. അപ്പോൾ the main factors on which the electron gain enthalpy depends is atomic size. Greater the atomic size, lesser will be the tendency to accept an electron, or negative, or we can say that the electron gain enthalpy will be less negative or more positive. Smaller the size, greater tendency to accept the electron, so more negative value and less positive. And nuclear charge, greater the nuclear charge,
it has a greater tendency to accept the electron, or electron gain enthalpy will be negative. And greater this, lesser the nuclear charge, എന്തായിരിക്കും ഒരു ടെൻഡൻസി ഉണ്ടാവില്ല ആക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്ത് പറ്റും, we have to supply energy. So delta EGH, electron gain enthalpy will be positive. Electronic configuration. Half-filled and completely filled orbitals does not have a tendency to accept an electron. So we have to provide extra energy. So the electron gain enthalpy will be positive for half-filled and completely filled orbital. ക്ലിയർ ആയോ? ഈ മൂന്ന്, ഇനിയും കുറേ ഫാക്ട് നമ്മൾ എല്ലാം ഒന്നും പറയണില്ല, മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ എന്താ ഈ ലെസണിൽ പഠിക്കുന്നത്, പീരിയോഡിക് ടേബിൾ അല്ലേ. ഇനി നമുക്ക് എന്തറിയണം, ഹൗ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേരീസ് എലോങ് എ പീരിയഡ് ആൻഡ് എലോങ് എ ഗ്രൂപ്പ്. വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ അയണൈസേഷൻ പറഞ്ഞു അല്ലേ. അയണൈസേഷനിൽ ഞാൻ പറഞ്ഞു ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് an atom increases. സോ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, അതായത് പെട്ടെന്ന് നമുക്ക് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ടേക്ക് പോകുമ്പം സൈസ് കുറയുന്നുണ്ട്, ഇലക്ട്രോൺ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. വി ഹാവ് ടു പെട്ടെന്ന് അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് നമ്മൾ കുറേ എക്സെപ്ഷൻസ് പറഞ്ഞു, ഈ എലിമെൻറ്റ് നോക്കുവാലും. അതേപോലെ തന്നെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനേ പറ്റത്തുള്ളൂ. ബട്ട് ദർ ആർ മെനി എക്സെപ്ഷൻസ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. അതെന്താണെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജനറൽ എന്ന് പറയുന്നത് ഒരിക്കലും വിചാരിക്കരുത് ഇതുപോലെയാണ് പീരിയോഡിക് ടേബിളിൽ വേരിയേഷൻ വരിക. അല്ല, അവിടെയും കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ന്യൂക്ലിയർ ചാർജിന്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആറ്റോമിക് സൈസിന്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവിടെ വേരിയേഷൻ വരും. ബട്ട് ജനറലി വി ക്യാൻ സേ വാട്ട് ഹാപ്പൻസ് എലോങ് എ പീരിയഡ് ആൻഡ് എലോങ് എ ഗ്രൂപ്പ് എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പീരിയഡിലും ഗ്രൂപ്പിലും വേരി ചെയ്യുന്നതെന്ന്. നമുക്കറിയാം, പീരിയഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ താഴേക്കാണ് അല്ലേ. ഒരു ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പഠിത്തം മോശമായി കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നതിനനുസരിച്ച് സീറോൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കും, പഠിത്തം താഴേക്ക്. അപ്പം ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് an atom increases. അക്രോസ് ദ പീരിയഡ് സൈസ് ഓഫ് an atom decreases. ഓർമ്മയുണ്ടല്ലോ പറഞ്ഞതില്ലേ, അങ്ങനെ പോട്ടെ. അപ്പം താഴേക്ക് വരുമ്പം സൈസ് കൂടുക. സൈസ് കൂടുമ്പം ജനറലി ആണ്, ഒരിക്കലും വിചാരിക്കരുത് ഇങ്ങനെ തന്നെയാണ് പീരിയോഡിക് ടേബിൾ. അല്ല, ദർ ആർ മെനി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ കുറേ വേരിയേഷൻ വരുന്നുണ്ട്. ബട്ട് വി ആർ ജനറലൈസിങ്, ജനറലായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് an atom increases. സോ എന്തായിരിക്കും, താഴേക്ക് വരുമ്പം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് നെഗറ്റീവ് വാല്യൂ ആണ്, പോസിറ്റീവ് വാല്യൂ ആണ്. താഴേക്ക് വരുമ്പം ഇറ്റ് ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ് ആൻഡ് ഇറ്റ് ബിക്കം മോർ പോസിറ്റീവ്. എന്തുകൊണ്ടാണ്? സൈസ് കൂടുമ്പം ന്യൂക്ലിയർ ചാർജ് കുറയും. ന്യൂക്ലിയർ ചാർജ് കുറയുമ്പം ഇലക്ട്രോൺ, നമ്മൾ നല്ല എനർജി പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് നമുക്ക് എടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഷുഡ് ആക്സെപ്റ്റ് അല്ലേ, അതിനെ അട്രാക്ട് ചെയ്യണം. സോ വി ഹാവ് ടു പ്രൊവൈഡ് എനർജി. സോ ഡൗൺ ദി ഗ്രൂപ്പ് ഓഫ് an atom, സൈസ് ഓഫ് an atom increases. Thereby we have to provide extra energy to add an electron. So electron gain enthalpy will be less and less negative. എപ്പോഴാണ് നെഗറ്റീവ്, നല്ല നെഗറ്റീവ് ആവുക എനർജി പെട്ടെന്ന് റിലീസ് ആകുമ്പോൾ. ഇവിടെ എന്താ, മോർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് പോകുമ്പം സൈസ് കുഞ്ഞായി വരും. സൈസ് കുറയുമ്പോൾ എന്താ, സൈസ് കുറയുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടി, ദ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ഇൻക്രീസസ് ആൻഡ് thereby ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വിൽ ബി മോർ നെഗറ്റീവ് ഓർ ലെസ് പോസിറ്റീവ്. നമ്മൾ അധികം എനർജി ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ടി വരില്ല. ബട്ട് എക്സെപ്ഷൻ ആണ്, നമുക്കറിയാം. നോബിൾ ഗ്യാസിന് എന്തായിരുന്നു, ലാർജ് പോസിറ്റീവ് വാല്യൂ ആയിരുന്നു അല്ലേ. ലാർജ് പോസിറ്റീവ് മീൻ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ടെൻഡൻസി, അതിന് ഒരു ടെൻഡൻസിയും ഇല്ല ആക്സെപ്റ്റ് ചെയ്യാൻ. എന്തുകൊണ്ടാണ്? ഇറ്റ് ഓൾറെഡി ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടേക്ക് പോകുമ്പം സൈസ് കുറയുന്നത് കൊണ്ട് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ, പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ മോർ നെഗറ്റീവ് വാല്യൂ, ലെസ് പോസിറ്റീവ്. പക്ഷേ നമ്മുടെ നോബിൾ ഗ്യാസസിൻ്റെ കേസിൽ എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ മോഷൻ. സോ ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് പോസിറ്റീവ്, അതായത് നല്ല എനർജി കൊടുത്താൽ മാത്രമേ അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത്രയും കാര്യം ക്ലിയർ ആയി. ഇനി നമ്മൾ കുറേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പറയാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഫസ്റ്റ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണെങ്കിൽ എന്തായാലും സെക്കൻഡ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവ് ആവും. ഓക്സിജൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിപ്പെൻഡ്സ്, അതാണ് ആറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഹൗ ദ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വേരീസ് എലോങ് എ പീരിയഡ് ആൻഡ് എ ഗ്രൂപ്പ്. ജസ്റ്റ് ജനറലൈസ് ചെയ്യാനേ പറ്റുള്ളൂ. Many exceptions are there. That means the electron gain enthalpy become more and more
positive down the group or less and less negative, because as the size of an atom increases, the nuclear charge decreases and thereby the tendency to accept an electron decreases. So it will be having less and less negative. അതായത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ ഇപ്പം -1460 കിലോ ജൂൾ ആണെങ്കിൽ ഇത് ചിലപ്പം -126 ആയിട്ടുണ്ടാവും, ഇത് വീണ്ടും -960 ആയിട്ടുണ്ടാവും, ഇത് വീണ്ടും -300 ആയിട്ടുണ്ടാവും, ഇത് പിന്നെ ഇത് കുറഞ്ഞു എന്തിലേക്കായി +300. അതായത് പോസിറ്റീവ് വാല്യൂ, അതായത് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്, ഇറ്റ് ഹാസ് എ ലെസ് ടെൻഡൻസി ടു റിലീസ് എനർജിയിൽ. അപ്പോൾ അതെന്തായിരിക്കും കുറഞ്ഞു അത് പോസിറ്റീവിൻ്റെ അടുത്തേക്കായി മാറിക്കൊണ്ടേയിരിക്കും. ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ് വാല്യൂ ബിക്കോസ് സൈസ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ ഇനി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നല്ല ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓൾറെഡി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്ത, ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹാലോജൻസ് ആർ ഹാവിംഗ് ദ മോസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Halogens are having an outer electronic configuration of ns2 np5. എന്താണ് അവരുടെ configuration? They are having a configuration of outermost ns2 np5. ഏതൊക്കെ ഹാലോജൻസ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഹാലോജൻസ്. ഇവരുടെ ജനറൽ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നത് ns2 np5 ആണ്. ദാറ്റ് മീൻ ദേ ഹാവ് 7 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. In order to attain the noble gas configuration, it has to accept one more electron. One more electron, അതിന് എന്തായാലും accept ചെയ്ത് it will be just converted into noble gas configuration in order to attain that. So they will be having a most negative electron. So they will readily accept an electron and it will release energy. That is why halogens are having the most negative electron gain enthalpy. അപ്പോൾ എന്താ പറയേണ്ടത്? Halogens are having an outer electronic configuration of ns2 np5. By accepting one more electron, it will be converted into noble gas configuration. So for that reason, they can easily accept an electron and so their electron gain enthalpy will be large negative. മനസ്സിലായോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെത്? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഇത് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതേപോലത്തെ എക്സാമ്പിൾസിന് സിമിലർ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ആസ് വി മൂവ് ഫ്രം, നമുക്കറിയാം ഇത് നോക്കി നോക്കൂ, ഇതെന്താണ്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ, ഡൗൺ ദി ഗ്രൂപ്പാണ്. അപ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ദ സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്. ലൈക്ക് ക്ലോറിൻ, ഞാൻ ഫ്ലൂറിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് എക്സെപ്ഷൻ ആണ്, പറഞ്ഞുതരാം. ക്ലോറിൻ, ബ്രോമിൻ, അയഡിനിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇവിടെ ഹൈ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ ലെസ് നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ വീണ്ടും ലെസ് നെഗറ്റീവ് ആയിരിക്കും. വൈ? ആസ് വി ഗോ ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്. സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസ് ചെയ്യാണ്. ക്ലോറിൻ ഇത്രയാണെങ്കിൽ ബ്രോമിൻ വീണ്ടും കൂടി, അയഡിൻ. ആസ് ദി സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് to the shell to which the electron enters increases. The distance from the nucleus to the shell to which the electron enters increases and thereby nuclear attraction decreases. അപ്പോൾ nuclear attraction കുറയുമ്പോൾ എന്ത് പറ്റും? It has a less tendency to accept an electron. That is the reason why as we move from chlorine to bromine, chlorine to iodine, then electron gain enthalpy value become less and less negative. എന്തുകൊണ്ടാണ്? As we go down, the size of an atom increases. So the distance from the nucleus to the outermost shell in which the electron enters increases. Thereby nuclear force of attraction decreases and thereby we have to supply more energy. That is the reason why electron gain enthalpy become more and more positive or it become less and less negative as we move down the group. കാര്യം മനസ്സിലായോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ വേറൊരു തരത്തിലും കൂടെ ചോദിക്കുക കേട്ടോ. നമുക്കറിയാം ഫ്ലൂറിൻ കഴിഞ്ഞിട്ടാണ് ക്ലോറിൻ. സോ വാട്ട് വിൽ ബി യുവർ എക്സ്പെക്ടേഷൻ? ദാറ്റ് ഈസ് ഫ്ലൂറിൻ വിൽ ബി ഹാവിങ് ഹൈ നെഗറ്റീവ് EG ആൻഡ് ക്ലോറിൻ വിൽ ബി ഹാവിങ് ലെസ് നെഗറ്റീവ് EG അല്ലേ. കമ്പയർ ടു, ഞാൻ വലിയ നെഗറ്റീവ് എന്ന് കാണിക്കുന്നത് വലിയ വാല്യൂ ആണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സോ വി എക്സ്പെക്ട് ദാറ്റ് താഴേക്ക് വരുമ്പോൾ സൈസ് കൂടും. എന്ത് പറ്റും? നമ്മൾ എക്സ്പെക്ട് ചെയ്യും ക്ലോറിൻ വിൽ ബി ഹാവിങ് ലെസ് നെഗറ്റീവ് വാല്യൂ കമ്പയർ ടു ഫ്ലൂറിൻ. എന്ത് നെഗറ്റീവ് EG വാല്യൂ? അതായത് ഇതിനായിരിക്കും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി, ഇതിന് ലെസ് ടെൻഡൻസി. എന്നാൽ അങ്ങനെയല്ല. ഫ്ലൂറിൻ കമ്പയർ ടു ക്ലോറിൻ, ഫ്ലൂറിൻ വിൽ ബി ഹാവിങ് less tendency to accept an electron compared to chlorine. Fluorine will be having a less
tendency to accept an electron, and that means it will be having less negative electron gain enthalpy, but chlorine will be having more electron gain enthalpy, more negative. എന്തുകൊണ്ടാച്ചാ size of fluorine is very small. ഫ്ലൂറിൻ്റെ സൈസ് വെരി സ്മോൾ ആണ് അല്ലേ. ക്ലോറിൻ ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ സൈസാണ്. when an electron is added to this shell, അതായത് ഫ്ലൂറിൻ്റെ ഈ ഷെല്ലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആസ് ദി സൈസ് ഇസ് വെരി സ്മോൾ ദർ വിൽ ബി മോർ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ടാവും ഫ്ലൂറിൻ്റെ കേസിൽ. സോ ഇറ്റ് ഹാസ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. സൈസ് കുറയുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ അടുത്തടുത്തല്ലേ ഉണ്ടാകുന്നത്. സോ ദർ വിൽ ബി മോർ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. സോ ഫ്ലൂറിൻ ഹാസ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ, വേർ ആസ് ഇൻ ക്ലോറിൻ there will not be much inter-electronic repulsion as compared to fluorine. ഫ്ലൂറിനെ നോക്കുമ്പം ക്ലോറിൻ്റെ സൈസ് വലുതാണ്. സോ ഇറ്റ് വിൽ ബി ഹാവിങ് ലെസ് inter-electronic repulsion. So it can accept readily an electron. But in the case of fluorine, as the size is small, അപ്പം സൈസും വിചാരിക്കുന്നത് സൈസ് സ്മോൾ അതിനനുസരിച്ചിട്ട് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല. as size is small, inter-electronic repulsion will be maximum. So എന്ത് പറ്റി? So fluorine has a less tendency to accept an electron. So it will be having less negative Eg value. ഈ നെഗറ്റീവും പോസിറ്റീവും എന്ന് കാണിക്കുന്നത്, നെഗറ്റീവ് എന്ന് പറയുന്നത് എക്സോതെർമിക്കും പോസിറ്റീവ് എന്ന് പറയുന്നത് എൻഡോതെർമിക്കാണ്. അതായത് അത് എനർജി റിലീസ് ചെയ്യുന്നു കാണിക്കുന്നതും ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു കാണിക്കുന്നു. അപ്പോൾ ലെസ് നെഗറ്റീവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് കുറച്ച് എനർജിയെ റിലീസ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് അതിന് അത്ര ടെൻഡൻസി ഒന്നുമില്ല ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാൻ. ബട്ട് ക്ലോറിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. അതിൻ്റെ സൈസും ചെറുതാണ്, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഫ്ലൂറിൻ്റെ അത്ര ഇല്ലതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഒറ്റയടിക്ക് വിചാരിക്കരുത് ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ് സോ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കം ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. അങ്ങനെയല്ല, അവിടെ സൈസിനും ഡിപ്പെൻഡൻസി ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? വൈ ഫ്ലൂറിൻ? അപ്പം ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ വിച്ച് ഈസ് ഹാവിങ് ഇതിൻ്റെ ഓർഡർ എങ്ങനെയാ അറിയോ? ആർക്കാണ് ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ക്ലോറിനാണ് ഗ്രേറ്റർ ടെൻഡൻസി. ദെൻ കംസ് ഫ്ലൂറിൻ, പിന്നെ ഫ്ലൂറിൻ വന്നു, പിന്നെ ബ്രോമിൻ വന്നു, പിന്നെ അയഡിൻ. ഇനി ഈ ഒരു ഓർഡർ കണ്ട അതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കരുത്. ബിക്കോസ് ദ ക്ലോറിനെയും ഫ്ലൂറിനെയും കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിനാണ് എന്ത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ, പിന്നെ ഫ്ലൂറിൻ, പിന്നെ ബ്രോമിൻ, അയഡിൻ. എന്തുകൊണ്ടാണ്? ദ സൈസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം ഇസ് വെരി സ്മോൾ, സോ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഇസ് ദയർ, സോ ഇറ്റ് ഹസ് എ ലെസ് ടെൻഡൻസി ടു ആക്സെപ്റ്റ് എൻ ഇലക്ട്രോൺ. ക്ലോറിൻ്റെ സൈസ് കൂടുതലാണ്, സോ ക്ലോറിൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ കംസ് ബ്രോമിൻ, ദെൻ കംസ് അയഡിൻ. കാര്യം മനസ്സിലായോ? അപ്പം നിങ്ങളോട് ഇങ്ങനെയും ചോദിക്കാം, റൈറ്റ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻ ദ കേസ് ഓഫ് ഹാലോജൻ. അപ്പോൾ ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്താണ് കേട്ടോ എഴുതേണ്ടത്. മനസ്സിലായോ ഇതെന്താന്നുള്ളത്? ഇപ്പം നമ്മൾ ഫ്ലൂറിൻ്റെയും ക്ലോറിൻ്റെയും പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിളാണ് ഇത് കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ സൾഫർ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ സൾഫർ. നിങ്ങളോട് ഞാൻ വീണ്ടും പറയാം, ഈ നെഗറ്റീവ് എന്നുള്ളത് എന്ത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ, ഇതൊരു ഇലക്ട്രോൺ റിലീസിങ് ആണുള്ളത്. അല്ലാതെ ഇവിടുത്തെ വാല്യൂവും ഈ നെഗറ്റീവും തമ്മിൽ ഒരു ബന്ധവും വെക്കരുത്. നിങ്ങൾ വിചാരിക്കും -141 -200 -141 അല്ലേ വലുത്, അല്ല മാത്തമാറ്റിക്കലി. പക്ഷേ ഇവിടെ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണെന്ന് വിചാരിക്കണം. ഇറ്റ് ഷോസ് ഓൺലി ദ റിലീസ് ഓഫ് എനർജി റിലീസ് ചെയ്യാന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പം നോക്കാം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ് ദാൻ സൾഫർ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഓക്സിജൻ ഇസ് ലെസ് നെഗറ്റീവ്. നമുക്കറിയാം ഓക്സിജൻ, സൾഫർ ഡൗൺ ആണ് അല്ലേ, ഓക്സിജൻ കഴിഞ്ഞിട്ട് താഴേക്കാണ് സൾഫർ വരുന്നത്. ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്, അപ്പം നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഓക്സിജൻ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു, സൈസ് കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആറ്റോമിക് സൈസ് കുറയുമ്പം എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഓക്സിജൻ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ, സോ ദ ഇലക്ട്രോൺ ഗെയിൻ വിൽ ബി മോർ നെഗറ്റീവ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. സൾഫർ ഇസ് ഹാവിങ് സൈസ് ബിഗ്ഗർ, സോ it has a less compared to oxygen, it has a lesser tendency to accept an electron, so it will be having less negative value ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നു ഓക്സിജൻ is having less negative value but sulfur is having more than that, ഓക്സിജനെക്കാട്ടും. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു, ഇതാ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. ഡെൽറ്റ എച്ച് ഇ ജി ഓഫ് ഓക്സിജൻ ഇസ് -141 കിലോ ജൂൾ ആൻഡ് ഡെൽറ്റ എച്ച് ഇ ജി ഓഫ് സൾഫർ ഇസ് -200 കിലോ ജൂൾ പെർ മോൾ.
എന്തുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മാത്രം തരും, എന്ത് ഡെൽറ്റ ഇ ജി ഓഫ് ഓക്സിജൻ, വൈ ഓർ സ്റ്റേറ്റ് ദ റീസൺ. അപ്പം നിങ്ങൾ നോക്കുക, നെഗറ്റീവ് അവിടെ നിന്നോട്ടെ, ലെസ് നെഗറ്റീവ്, ഇതാണ് മോർ നെഗറ്റീവ്. അതായത് ഓക്സിജൻ ഇസ് ഹാവിങ് ലെസ്സർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ ആൻഡ് ദിസ് സൾഫർ ഇസ് ഹാവിങ് ഗ്രേറ്റർ ടെൻഡൻസി. അപ്പം തന്നെ നിങ്ങൾ സൈസിൻ്റെ കാര്യം പറയാം. Compared to sulfur, oxygen is smaller in size. Oxygen is having smaller size. So, when they accept an electron, there will be more inter-electronic repulsion. ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ കൂടുതലായിരിക്കും. There will be more inter-electronic repulsion in case of oxygen as the size is small. But in case of sulfur, there will be not much inter-electronic repulsion as in the case of oxygen. That is the reason why oxygen is having less tendency to accept an electron. So it is having less negative electron gain enthalpy and sulfur is having more electron gain enthalpy. That means it has a പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് നല്ല ഇലക്ട്രോൺ എനർജി അങ്ങ് റിലീസ് ചെയ്യും. ഇതിന് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല, കാരണം അവിടെ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉണ്ട്. മനസ്സിലായോ ഇത്രയും ക്വസ്റ്റ്യൻസ്? അപ്പോൾ ഇത്രയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാം, ഇതുപോലെ പലതരത്തിൽ ചോദിക്കാം. അപ്പം നമ്മൾ ഇത്രയും കാര്യം എന്തൊക്കെയാണ് പഠിച്ചു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതിന് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്, എക്സോതെർമിക് ആവാം, എൻഡോതെർമിക് ആവാം, അതിൻ്റെ ഫാക്ടേഴ്സ്, കുറേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. നന്നായി മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇടൂ കേട്ടോ. മാക്സിമം ഞാൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി തന്നെയാണ് ഈ ടോപ്പിക്കൊക്കെ എടുക്കുന്നത്, കാരണം ഇത് ഇങ്ങനെയേ പഠിക്കാനുള്ളൂ ഈ ടോപ്പിക്കിലൊക്കെ. ഇനി 2 ക്ലാസ്സും കൂടിയാണ് എടുക്കുക. അയ്യോ, ഇതിലൊരു പോയിന്റ് കൂടെ മറന്നു പോയത്, എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ മോർ നെഗറ്റീവ് ടെൻഡൻസി, അതായത് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി. എന്താ പറയുക? ഇലക്ട്രോണിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി. മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി. ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ. അതിന് പറയുന്ന വേറൊരു പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി. മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഓൾസോ നോൺ ആസ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇത്രയും കാര്യം നന്നായി മനസ്സിലായോ? ഡൗട്ട് എന്തുണ്ടോ ചോദിച്ചോളൂ കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.